ആധ്യാത്മികതയ്ക്ക് ജീവിതത്തിൽ ഏറെ പ്രാധാന്യം കൊടുത്തിരുന്ന വിശുദ്ധ സിസിലിയ തന്റെ വിവാഹ ദിനമായപ്പോൾ അതിഥികളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും മാറി സ്വകാര്യതയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥനയിൽ മുഴുകി. വിവാഹ ചടങ്ങിന് ശേഷം അതിഥികൾ പോയി കഴിഞ്ഞപ്പോൾ താൻ പ്രേമിക്കുന്ന ഒരാൾ ഉണ്ടെന്നും അത് ദൈവത്തിന്റെ ഒരു മാലാഖയാണെന്നും ആ മാലാഖ വലിയ അസൂയാലുവാണെന്നും അതിനാൽ കന്യകയായി തന്നെ തുടരുവാനാണ് തന്റെ അഭിലാഷമെന്നും തന്റെ ഭർത്താവായിരുന്ന വലേരിയനെ അവൾ ധരിപ്പിച്ചു. സംശയവും ഭയവും ദേഷ്യവും കൊണ്ട് പരിഭ്രാന്തനായ വലേരിയൻ അവളോട് പറഞ്ഞു, നീ പറഞ്ഞ മാലാഖയെ എനിക്ക് കാണിച്ചു തരിക. അവൻ ദൈവത്തിൽ നിന്നാണെങ്കിൽ ഞാൻ ഉറപ്പായും നിന്റെ ആഗ്രഹത്തിന് സമ്മതിക്കാം. അതല്ല, അവനൊരു മനുഷ്യ കാമുകനാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഉറപ്പായും മരിക്കും. സിസിലിയയുടെ മറുപടി ഇപ്രകാരമായിരുന്നു: ജീവിച്ചിരിക്കുന്നവനുമായ ഏകദൈവത്തിൽ വിശ്വസിക്കുകയും മാമോദീസ വെള്ളം നിന്റെ തലയിൽ വീഴുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നീ ആ മാലാഖയെ കാണും. വലേരിയൻ അതിനെ സമ്മതിക്കുകയും മതപീഡന കാലമായിരുന്നതിനാൽ തന്റെ ഭാര്യയുടെ നിർദ്ദേശമനുസരിച്ച് രക്തസാക്ഷികളുടെ കല്ലറകളിൽ ഒളിവിൽ പാർത്തിരുന്ന ഉർബൻ എന്നു പേരായ മെത്രാനെ അന്വേഷിച്ചു പോകുകയും ചെയ്തു. തുടർന്ന് വലേരിയൻ വിശ്വാസമാർഗം സ്വീകരിക്കുകയും മെത്രാൻ അദ്ദേഹത്തെ ജ്ഞാനസ്നാനപ്പെടുത്തുകയും ചെയ്തു. യുവാവായ വലേരിയൻ തിരികെ എത്തിയപ്പോൾ തന്റെ ഭാര്യയായ സിസിലിയയുടെ സമീപം ജ്വലിക്കുന്ന ചിറകുകളുമായി ഒരു മാലാഖ നിൽക്കുന്നതായി കണ്ടു. ആ മാലാഖ റോസാ പുഷ്പങ്ങളും ലില്ലി പുഷ്പങ്ങളും കൊണ്ടുള്ള മാല അവരുടെ ശിരസിൽ അണിയിച്ചു. വലേരിയന്റെ സഹോദരനായിരുന്ന ടിബർട്ടിയൂസും മാമോദീസായിലൂടെ ക്രിസ്തുവിന്റെ അനുയായിയായി മാറി. ജ്ഞാനസ്നാന സ്വീകരണത്തിന് ശേഷം അദ്ദേഹവും നിരവധി അത്ഭുതങ്ങൾ ദർശിക്കുവാനിടയായിട്ടുണ്ട്. ക്രിസ്തീയ സമൂഹത്തിന് വേണ്ടി ധാരാളം പ്രവൃത്തികൾ ചെയ്യുവാൻ വലേരിയനും ടിബർട്ടിയൂസും തങ്ങളുടെ ജീവിതം പൂർണ്ണമായും സമർപ്പിച്ചു. മുഖ്യനായിരുന്ന അൽമാച്ചിയൂസിന്റെ ഉത്തരവിനാൽ കൊല്ലപ്പെട്ട ക്രിസ്ത്യാനികളെ യഥാവിധം അടക്കം ചെയ്യുന്നത് തങ്ങളുടെ പ്രത്യേക ഉത്തരവാദിത്വമായി അവർ കരുതി. ഇതിനിടെ ജൂപ്പിറ്ററിനെ വിഗ്രഹാരാധന നടത്താൻ വിസമ്മതിച്ചതിനാൽ ഈ രണ്ട് സഹോദരന്മാരെയും ഭരണാധികാരി വധശിക്ഷയ്ക്ക് വിധിച്ചു. അവരുടെ വധശിക്ഷയുടെ മേൽനോട്ടം മാക്സിമസ് എന്ന പേരായ റോമൻ ഉദ്യോഗസ്ഥനായിരുന്നു. അവരുടെ അവസാന മണിക്കൂറിൽ മാക്സിമസിനുണ്ടായ ഒരു ദർശനം നിമിത്തം മാക്സിമസ് മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനിയായി മാറി. ക്രിസ്തുവിലുള്ള തന്റെ വിശ്വാസം വെളിപ്പെടുത്തിയ മാക്സിമസും രക്തസാക്ഷിയാവുകയാണ് ഉണ്ടായത്. ദുഃഖാർത്തയായ സിസിലിയായിരുന്നു ഈ 3 പേരെയും അടക്കം ചെയ്തത്. അധികം വൈകാതെ തന്നെ അവളും ധീര രക്തസാക്ഷിത്വം വഹിച്ച് സ്വർഗം പുൽകി.